ആ എടപ്പാളുള്ള സത്യേട്ടുണ്ടായിരുന്നില്ലേ മറ്റേ എന്റെ ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് തൊട്ടപ്പുറത്ത് താമസിച്ചിരുന്ന ആ, ആള് മരിച്ചു. ഇപ്പൊ എന്താത്ര ഉണ്ടായി? പെട്ടെന്ന് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണു. അയാൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ നിക്കല്ലായിരുന്നു? ആ നാട്ടില് വീട് വെച്ചിട്ടുള്ള ആളാണേ. വീട് വെച്ചപ്പോ പണി മുഴുവനായിട്ടുണ്ട് ഇപ്പൊ. ഇനിയിപ്പോ നാട്ടിൽ വന്ന് ഒക്കെ ഒന്ന് ശരിയാക്കണം, എന്നിട്ട് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞതാ. രണ്ട് ചെറിയ പെൺകുട്ടികളാണ്. എന്താ ചെയ്യാ? നമുക്കൊന്ന് പോണ്ടേ അങ്ങോട്ട്? നമ്മള് പോണം, നമുക്ക് പോണം. എന്തൊരു കഥയാണിത്. വല്ലാത്തൊരവസ്ഥ. ഇപ്പൊ അവിടെ ഇങ്ങനെ നിരന്തരം ഇതിങ്ങനെ ഉണ്ട്. ആൾക്കാരിങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുക, അറ്റാക്ക്. എന്തൊക്കെ സ്വപ്നങ്ങളായിട്ട് പോണ ആൾക്കാരാണ്. പഠിച്ചോൻ പ്രവാസികളെ കണ്ണുനീര് തീരെ കാണില്ല ചില സമയത്ത്. ഇതൊരു വല്ലാത്തൊരു ഷോക്കായി പോയല്ലോ. കേട്ടിട്ട് സഹിക്കുന്നില്ല. ഷെഹർബാന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്തേലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ തന്നെ മനുഷ്യപ്പ ഈ വിഷമം കൂടി കേട്ടിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോ അതിലിടയ്ക്കാണ് ഇപ്പൊ ഞങ്ങൾക്ക് സാധനം കൊടുത്തില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഭ്രാന്താ. ഞാനെന്താ 70കളിലെ പ്രവാസിയാ അല്ലല്ലോ. ആ കാലത്താണ് ഈ വിക്സും പിന്നെ മുട്ടായിയും അതും ഇതൊക്കെ കൊണ്ടുവരല്. ഇതൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിലും കിട്ടും. ഉള്ള കെട്ടിയവനോട് കുറച്ചാണ്ട് വാങ്ങിക്കൊടുക്കാൻ പറയാ. അല്ലാതെ എന്താ.